ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുഴുങ്ങിയ മുട്ട കൊണ്ട് പുട്ടുകുറ്റിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിലേക്കൊരു മസാല വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പഴുത്ത തക്കാളീനെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയൊരു പുളി ഉണ്ടെങ്കിലാണ് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ തക്കാളി കൂടെ ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് തക്കാളി ഉടഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതാണ് കേട്ടോ ചേർക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ചേർത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ല പോലെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം ചേർത്തിട്ട് എടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിളക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിവിടെ 2 പുഴുങ്ങിയ കോഴിമുട്ട ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള പൊടിയൊന്ന് നനച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്ന രീതിയിൽ ഉപ്പുവെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. പുട്ടുണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുട്ടിന് പൊടി നനച്ചെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. പുട്ടിന് പൊടി നനച്ചെടുത്തത് പാകമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒരു പിടി എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കട്ടയായിട്ട് നിൽക്കണം. എന്നിട്ട് അത് കൈ കൊണ്ടൊന്ന് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോവുകയും വേണം. അതാണ് കേട്ടോ പുട്ടിന് പൊടി നനച്ചെടുക്കുന്നത് അതിൻ്റെ പാകം അറിയാനുള്ളൊരു മാർഗം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും പുട്ടുപൊടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള സെൻറ്ററിലായിട്ട് ഞാൻ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നനച്ചെടുത്ത പുട്ടുപൊടിയും മുകളിൽ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇട്ടിട്ട് നമ്മളിത് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് നല്ല പോലെ ആവി കയറ്റി എടുക്കണം. അതിന് മുൻപായിട്ട് ഇതുപോലെ ഒരു കോല് വെച്ചിട്ട് നമ്മുടെ പുട്ടുകുറ്റി ഇങ്ങനെ തള്ളുന്ന ഒരു കോലുണ്ടല്ലോ, അതോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. കാരണം അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു മസാല ഇങ്ങനെ ആവി വരാത്ത രീതിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിലൊരു ഹോൾ ഇട്ട് കൊടുത്താലേ ആവി വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പുട്ടിൽ ആവി വരാതെ അത് വേവുമില്ല. പിന്നെ അതിങ്ങനെ പൊങ്ങി വന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നേരം ആവി കയറ്റി എടുത്തിട്ട് പുട്ടുകുറ്റിയിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിപ്പോയത് എൻ്റെ തള്ളലിൻ്റെ ശക്തി കാരണമാണ്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പൊടി ഇങ്ങനെ വെന്തിട്ടില്ലെങ്കിലും ഇങ്ങനെ പൊട്ടിപ്പോകും കേട്ടോ നമ്മൾ തള്ളിയെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പൊടി. അപ്പോൾ തള്ളലൊന്ന് മയത്തിൽ തള്ളിയാൽ പൊട്ടാതെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ട്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്ക് തോന്നാം പുട്ടും മുട്ടക്കറി ഉണ്ടാക്കിയ പോലെ എന്തിനപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ രണ്ടും കൂടെ ആവിയിൽ കിടന്നിട്ട് ആ ഒരു മസാലയും പുട്ടും കൂടെ ഒരുമിച്ച് വേവുമ്പോഴുള്ള ഒരു ടേസ്റ്റ്, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്